ഹലോ, അസ്സലാമു അലൈക്കും. ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഞാൻ വന്നിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്കിപ്പോൾ ചായയുടെ കടിയിലേക്കൊക്കെ കറി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മൾ സാധാരണ ഉള്ളിയൊക്കെ വഴറ്റി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതങ്ങനെ അല്ലാണ്ട് നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ള മുട്ടക്കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു മുട്ടക്കറിയുടെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ. നമ്മുടെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പുതുതായിട്ടുള്ള കൂട്ടുകാരാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മുട്ടക്കറിയാണ് കേട്ടോ. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സാധാരണ പറയുന്നത് പോലെ തന്നെ പറയാണ്, വലിയ കുക്കറാണ്, ഇത്തിരി കറി ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ളത് ഒരുപാട് ചെറിയ കുക്കർ ആയതുകൊണ്ടാട്ടോ, അതിൻ്റെ മേലേക്കുള്ള കുക്കറില്ല. അപ്പോൾ ഞാൻ ഈ ഒരു കുക്കറിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് ഏലക്ക, ഗ്രാമ്പ്, പട്ട, ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഏലക്ക നമ്മൾ മസാലപ്പൊടി ചേർക്കുന്നുണ്ടെങ്കിലും അതൊന്ന് ചേർക്കണം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് സവോള ചേർത്ത് കൊടുക്കുക. സവോള ഒന്നുകിൽ ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് ചേർക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ വളരെ കനം കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിത് നല്ലോണം വെന്ത് കിട്ടണം, നല്ലോണം വെന്ത് ഉടഞ്ഞ് കിട്ടണം. അപ്പം അതുകൊണ്ടാണ്. അപ്പം ഞാൻ ചോപ്പ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഞാനിതാ വലിയൊരു തക്കാളിയും അതുപോലെ തന്നെ കറിവേപ്പിലയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ 6-7 പച്ചമുളകുണ്ട്. അപ്പം എരിവുള്ള പച്ചമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ. ഒരു ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ്. അപ്പം അതും ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. രണ്ടും ഉണ്ട് അതിൽ. അപ്പം ഇതൊന്നും ഇതാ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ മീറ്റ് മസാല ഉണ്ടെങ്കിൽ ചേർക്കുക, ഏതെങ്കിലും ഒരു മസാലപ്പൊടി ചേർക്കുക കേട്ടോ. പിന്നെ അത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതാ 1 ടീസ്പൂൺ, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കുരുമുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വഴറ്റുമ്പോഴൊക്കെ ഒത്തിരി ഓയിൽ ഒഴിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആകെ 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് ആദ്യം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ അളവ് ഒരുപാട് വലിയ ഉരുളക്കിഴങ്ങ് വേണമെന്നില്ല. പക്ഷെ ചെറുതെങ്കിലും ഒരെണ്ണെങ്കിലും ചേർക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കറി ആണല്ലോ വേണ്ടത്. അതുകൊണ്ട് ഞാനത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കറി ഇല്ലാതെ മസാല പോലെ ആയിട്ടാണ് വേണ്ടതെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതാ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കുക. അപ്പം ഞാൻ 2 വിസിൽ ഫുള്ളായിട്ട് അടുപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓഫ് ചെയ്തിട്ട് ബാക്കി നമുക്ക് ആ ഒരു വിസിലിൻ്റെ ഒരു പ്രഷർ തനിയെ പോകുന്നത് വരെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമുക്ക് തേങ്ങ വറുത്തെടുക്കുക. അതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 8-9 ചുമന്നുള്ളി കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ വലിയ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മൾ സാധാരണ തേങ്ങ നമ്മൾ ചുവക്കെ വറക്കുമല്ലോ, അങ്ങനെ വറുത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നല്ലോണം ഒന്ന് ഇതിലത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി ഒന്ന് ഡ്രൈ ആയി വന്ന് ആ ഒരു സമയം വരെ വറുത്തെടുത്താൽ മതി കേട്ടോ. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ തേങ്ങയുടെ ചെറുതായിട്ടൊരു കളർ ചേഞ്ച് വരും. ആ ഒരു സമയം വരെ നമുക്കിത് അതുപോലെ ഒന്ന് തേങ്ങ വറുത്തെടുക്കുക. അപ്പോൾ കണ്ടോ, ഈ ഒരു രീതി ആയി കിട്ടിയാൽ മതി. തേങ്ങ വല്ലാണ്ട് മൂപ്പിക്കണ്ട വറുത്തിട്ട് കേട്ടോ. ഇപ്പോൾ ഇതാ തേങ്ങ നമ്മുടെ പാകമായിട്ടുണ്ട്. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറിയിട്ട് അരച്ചെടുത്തിട്ട് വെക്കും. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം തേങ്ങ അരച്ച് വെക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിൻ്റെ പ്രഷറെല്ലാം തനിയെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തുറന്ന് നോക്കാം.
ഇപ്പൊ നമ്മളുടെ ആ ഒരു സവോളയും കിഴങ്ങും എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2 വിസിൽ ഫുള്ളായിട്ടും അതുപോലെ തന്നെ അതിലെ പ്രഷർ തനിയെ പോവാനും വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഉടച്ചു കൊടുക്കുക കേട്ടോ. ആ സവോളയും ഉരുളക്കിഴങ്ങും എല്ലാം നല്ലോണം ഉടഞ്ഞു ചേരുന്ന രീതിയിൽ നമ്മളൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഇത് കറി വിളമ്പുന്ന സമയത്ത് സവോള പോലെയും ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണം അങ്ങനെയൊന്നും അല്ല ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ നമ്മുടെ തേങ്ങ അരപ്പ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്യാമറ ഓൺ ആക്കാൻ വേണ്ടി മറന്നുപോയിട്ടോ. അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതാ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള കോഴിമുട്ടൊക്കെ ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ടൊക്കെ ഇതുപോലെ ഒന്ന് വരിഞ്ഞു കൊടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം തേങ്ങ അരച്ചിട്ടുള്ളതായതുകൊണ്ട് നമ്മൾ തേങ്ങ അരച്ചത് അത് തിളക്കാൻ വെച്ചിട്ട് പിന്നെ കോഴിമുട്ട ചേർക്കരുത് കേട്ടോ. ആദ്യം നമ്മൾ കോഴിമുട്ട ചേർത്തതിന് ശേഷം രണ്ടും കൂടിയിട്ടാണ് മുട്ട ചേർത്ത ശേഷമാണ് നമ്മൾ ഈ ഒരു കറി ഒന്ന് തിള വരാൻ വേണ്ടി വെക്കുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തിള വരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. തിളക്കം വരുന്നുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വറവൊഴിക്കാം. അപ്പം അതിന് വേണ്ടി ഞാനിതാ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് കുറച്ച് ചുമന്നുള്ളിയാണ്. ചുമന്നുള്ളി കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൻ്റെ താഴെ വളരെ കുറച്ചാണ് പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മുട്ടക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ കോഴിമുട്ട കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്കിത് വിളമ്പണ്ട കേട്ടോ. കുറച്ച് സമയം നമുക്ക് അടച്ചു വെച്ചിട്ട് ആ ഒരു വറവിട്ടതും എല്ലാം ഒന്ന് അതിലായി ഒന്ന് സെറ്റായിട്ട് വരട്ടെ. എന്നതിന് ശേഷം നമുക്ക് കറി വിളമ്പാം. ഇപ്പം അതാ നമ്മുടെ കോഴിമുട്ട തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറി ഈസി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ഉള്ളി വഴറ്റിയിട്ടും ഒന്നുമല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മുട്ടക്കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കറി എന്തിൻ്റെ കൂടെ ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. ഇനി പുട്ടായാലും ദോശയാണെങ്കിലും ഇനി പൊറോട്ട ചപ്പാത്തി എന്താണെങ്കിലും അടിപൊളി ടേസ്റ്റിയാണ് ഈ ഒരു മുട്ടക്കറി. അപ്പോൾ ഞാൻ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഗരം മസാല ചേർക്കുമ്പോൾ ഏലക്ക ഗ്രാമ്പ് പട്ട ചേർക്കാതിരിക്കരുത്, ചേർക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.